ഇടുക്കി കാഞ്ചിയാർ തൊപ്പിപ്പാളയ്ക്ക് സമീപം മറ്റപ്പള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. സന്ധ്യ കഴിഞ്ഞാൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തും. അപ്രതീക്ഷിതമായി ആനയ്ക്ക് മുമ്പിൽ പെടുന്നവരുമുണ്ട്. തെരുവ് വിളക്കുകളുടെ അഭാവം ഈ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇടുക്കി വന്യജീവി സങ്കേതത്തിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് മറ്റപ്പള്ളി. 5 വർഷം മുമ്പ് വരെ ഇവിടെ കാട്ടാന ശല്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാട്ടാനകൾ സ്ഥിരമായി ഇവിടെ എത്തുന്നു. വ്യാപക കൃഷിനാശം ഉണ്ടാക്കുന്നു. നാട്ടുകാർ അറിയിച്ചാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്തും. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരമില്ല. 3 ആനകളാണ് സ്ഥലത്തെ പ്രധാന പ്രശ്നക്കാർ. രാത്രി ഉറക്കമളച്ചവയെ ഓടിക്കേണ്ട ഗതികേടിൽ നാട്ടുകാരും. ഞങ്ങളൊരു 3:30-4 മണി വരെ ഇവിടെ ഇതിന് കാവലായിരുന്നു. മണ്ടാൽ സാധനം നിൽക്കുകയായിരുന്നു. അപ്പം അവർ ആ സമയം വരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇത് വളരെ രൂക്ഷമായ സംഭവമാണ് ഇവിടുത്തെ ഈ അവസ്ഥ. ഇത് ഇങ്ങനെ ഒരു 3 വർഷമായിട്ട് ആണ് ഇപ്പോൾ ഇത്രയും ഇതായിട്ടിത്. പിള്ളേരൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് 8:15-8:30 ആകുമ്പോഴേ ഇതിലെ കടന്നു പോകുന്നു. അപ്പം ഇതിലെ കടന്നു പോകുമ്പം ഇതിങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാതാപിതാക്കളൊക്കെ വളരെ പേടിച്ചാണ് പിള്ളേരെ കാത്തൊക്കെ ഇരിക്കുന്നത്. സമീപവാസിയായ വീട്ടമ്മ കഴിഞ്ഞ ദിവസം ആനയുടെ മുമ്പിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. തെരുവ് വിളക്കുകളുടെ അഭാവമാണ് ഈ മേഖലയെ വലയ്ക്കുന്ന പ്രധാന പ്രതിസന്ധി. കൂരിരുട്ടിൽ പലപ്പോഴും റോഡിൽ ആന നിൽക്കുന്നത് കാണാൻ കഴിയില്ല. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ സ്വന്തമായി കാശ് മുടക്കി ചെയ്യൂ എന്ന മറുപടിയാണ് ലഭിച്ചത്. മെയിനായിട്ട് നമുക്ക് ഇവിടുത്തെ ലൈറ്റിന്റെ കാര്യമാണ് ചെയ്യാനുള്ളത്. ഇവിടുന്ന് ഈ പോസ്റ്റേന്ന് അങ്ങ് അറ്റം വരെയുള്ള പോസ്റ്റേ കൂടെ ഒന്നും ഒറ്റ വെട്ടം പോലും ഇല്ല. പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് പിള്ളേർ വരുന്നതും ഒരു 8:30-9 മണിയൊക്കെയാണ് തന്നെ പിള്ളേരെ ട്യൂഷൻ കഴിഞ്ഞൊക്കെ വരുന്നത്. അപ്പം നിരവധി ആൾക്കാർ ഇതിൽ സഞ്ചരിക്കുന്നതാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ജനങ്ങൾക്കാവശ്യമായ സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം വനം വകുപ്പിനും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനുമുണ്ട്. പക്ഷേ ഇക്കൂട്ടർ മനുഷ്യജീവന് പുല്ലുവില മാത്രം നൽകുന്നു. ജനവാസ മേഖല പങ്കിടുന്ന പ്രദേശത്തിനോട് ചേർന്ന് കിടങ്ങ് കുഴിച്ച് ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കേണ്ടതുണ്ട്. നടപടികൾ വൈകിയാൽ മേഖലയിൽ കാട്ടാനാക്രമണം അതിരൂക്ഷമാകും. കുട്ടമ്പുഴയിലെ ക്ലാച്ചേരിക്ക് സമാനമായ സാഹചര്യം തന്നെയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മറ്റപ്പള്ളി എന്ന് പറയുന്ന ഈ പ്രദേശത്തുമുള്ളത്. വഴിവിളക്കുകളുടെയും മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവമാണ് ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത്. രാത്രി സമയങ്ങളിലാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വരുന്നത്. ആ സമയത്ത് കാട്ടാന എത്തിയാൽ എൽദോസിന് സംഭവിച്ചത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അടിയന്തരമായ ഇടപെടൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.